നമുക്കിനിയുള്ളത് ഇൻ്റഗ്രേഷൻ ഓഫ് ട്രാൻസ്ഫോമിൻ്റെ ടൈപ്പ് പ്രോബ്ലംസ് ആണ്. അപ്പം എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എന്ന് നമ്മൾ എസ് ഇവിടെ നൊട്ടേഷൻ എസ് അല്ലാത്ത എന്തെങ്കിലും വേരിയബിൾ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് എളുപ്പത്തിന് എഫ് ഓഫ് യു എന്നും എല്ലാം പറയുകയാണെങ്കിൽ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു അത്ര ഉള്ളൂ ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പം എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ എസ് ടു ഇൻഫിനിറ്റിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എഫ് ഓഫ് ടി ബൈ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു. നമുക്ക് എളുപ്പത്തിന് യു എന്ന് കൊടുക്കാം. എഫ് ഓഫ് യു ഡി യു അല്ലെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് എന്ന് പറയുന്ന എഫ് ഓഫ് ടി ബൈ ടി ആയിരിക്കും. നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വേണം ഇന്ന് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റ് ഡേയുടെ ബാക്കിയായിട്ട് ചെയ്യുവാണെങ്കിൽ 16th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ഇ റേസ് ടു ടി ബൈ ടി. അപ്പോൾ നമുക്ക് എൽ എഫ് ഓഫ് ടി ബൈ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ക്യാപിറ്റൽ എഫ് ഓഫ് യു ഡി യു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ഇ റേസ് ടു ടി എന്ന് പറയുന്നത് എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു ടി എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് 1 ബൈ എസ് മൈനസ് എ. ഇ റേസ് ടു എസ് മൈനസ് 1, എസ് മൈനസ് 1 ആണ്, എ എന്ന് പറയുന്നത് 1 ആണല്ലോ ഇവിടെ. അപ്പം അത് എസ് മൈനസ് 1 ബൈ എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 എന്ന് പറയും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എഫ് ഓഫ് ടി. അപ്പം എൽ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് 1 ബൈ എസ് മൈനസ് 1. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താ എഫ് ഓഫ് എസ് ആ. അപ്പം നമുക്ക് എഫ് ഓഫ് യു എന്ന് പറയുന്നത് 1 ബൈ യു മൈനസ് 1 ബൈ യു മൈനസ് 1 എന്ന് വരുന്നത്. നമുക്ക് എഫ് ഓഫ് ടി ബൈ ടി ഈ ലാപ്ലേസ് ഇതിൻ്റെ ബൈ ടിയുടെ ആണല്ലോ വേണ്ടത്. അപ്പം ഇതിനെ നമ്മൾ എഫ് ഓഫ് ടി എന്ന് വിളിക്കുവാണെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ്. അപ്പോൾ എഫ് ഓഫ് യു എന്ന് പറയുന്നത് എസിന് പകരം യു വെച്ച് റീപ്ലേസ് ചെയ്യും. ദെർഫോർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ഇ റേസ് ടു ടി ബൈ ടി എന്ന് പറയുന്ന ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു എന്ന് പറയുന്നത് 1 ബൈ യു മൈനസ് 1 ബൈ യു മൈനസ് 1 ഡി യു. ഇതിനെ വേണം ഇൻ്റഗ്രേറ്റ്. 1 ബൈ യുവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് യു, ഇത് ലോഗ് യു മൈനസ് 1, ലോഗ് യു ഡിവൈഡഡ് മൈനസ് ലോഗ് യു മൈനസ് ഫ്രം എസ് ടു ഇൻഫിനിറ്റി. ഇനി ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബൈ ബി ആണ്. അപ്പോൾ അത് ലോഗ് യു ഡിവൈഡഡ് ബൈ യു മൈനസ് 1 ഫ്രം എസ് ടു ഇൻഫിനിറ്റി എന്ന് വരും. നമ്മൾ യൂസ് ചെയ്ത റിസൾട്ട് ലോഗ് എ മൈനസ് ലോഗ് ബി ഇസ് ഈക്വൽ ടു ലോഗ് എ ബൈ ബി എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് ആദ്യം നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ ലോഗ് ഇവിടെ ഇൻഫിനിറ്റി ഫോമിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് 1 ആയിട്ട് കാണിച്ചു. അപ്പോൾ ലോഗ് 1 മൈനസ് ലോഗ് എസ് ബൈ എസ് മൈനസ് 1 എന്ന് പറയും. ലോഗ് 1 0 ആണ്. അപ്പോൾ 0 മൈനസ് ലോഗ് എസ് ബൈ എസ് മൈനസ് 1 എന്ന് പറയും. ഇനി മൈനസ് ഓഫ് ലോഗിനെ നമുക്ക് മൈനസ് ലോഗ് എക്സ് എന്ന് പറയുന്നത് 1 ലോഗ് എക്സ് റേസ് ടു മൈനസ് 1 അല്ലേ വരുന്നത്. മൈനസ് ലോഗ് എക്സ് എന്ന് പറയുന്നത് ലോഗ് എക്സ് റേസ് ടു മൈനസ് 1 ആണ്. അപ്പം നമുക്ക് ലോഗ് 1 ബൈ എക്സ് എന്ന് എടുക്കാം. ആ ഒരു റിസൾട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുവാണെങ്കിൽ ഇത് ലോഗ് എസ് ബൈ എസ് മൈനസ് 1 റേസ് ടു 1 എന്ന് പറയുമ്പോൾ ലോഗ് എസ് മൈനസ് 1 ബൈ എസ് എന്ന് വരും. സോ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ഇ റേസ് ടു ടി ബൈ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ലോഗ് എസ് മൈനസ് 1 ബൈ എസ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത റിസൾട്ട് ഒന്നും കൂടെ പറയാം. നമ്മൾ യൂസ് ചെയ്ത റിസൾട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറയുന്ന ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു എന്നുള്ള റിസൾട്ടാണ്. അപ്പോൾ ആ റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എഫ് ഓഫ് യു എന്താണ്, അല്ലെങ്കിൽ ഈ 1 മൈനസ് ഇ റേസ് ടു ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെയാണ് നമ്മൾ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് എസ് ആദ്യം കണ്ടുപിടിക്കും. അപ്പോൾ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അതാണ് എഫ് ഓഫ് എസ്. അപ്പോൾ എസിന് പകരം യു വെച്ച് റീപ്ലേസ് ചെയ്യുമ്പം എഫ് ഓഫ് യു കിട്ടി. പിന്നെ നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് യു മൈനസ് ലോഗ് യു മൈനസ് 1, ലോഗ് എ മൈനസ് ലോഗ് ബിനെ നമുക്ക് ലോഗ് എ ബൈ ബി ഫോമിൽ എഴുതുമ്പോൾ ലോഗ് യു ഡിവൈഡഡ് ബൈ യു മൈനസ് 1. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ലോഗ് 1, എസ് കൊടുക്കുമ്പോൾ എസ് ബൈ എസ് മൈനസ് 1. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആയതുകൊണ്ട് നമുക്ക് അതിനെ ലോഗ് 1 എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ലോഗ് 1 മൈനസ് ലോഗ് എസ് ബൈ എസ് മൈനസ് 1 ഫോമിൽ വന്നു. അപ്പോൾ അത് മൈനസ് ലോഗ് എസ് ബൈ എസ് മൈനസ് 1 ആണ്, which will be equal to log s minus 1 by s. Next question. Find
ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി ബൈ ടി. ഇവിടെ നമ്മൾ റിസൾട്ടാണ് യൂസ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി ബൈ ഡെഫിനിഷൻ എന്താണ്? എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ദെർഫോർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി, ഇതിനെ നമ്മൾ എഫ് ഓഫ് എസ് എന്ന് വിളിക്കുവാണെങ്കിൽ സൈൻ എ ടി ബൈ ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എ ഡിവൈഡഡ് ബൈ u square plus a square du, which is equal to a divided by u square plus a square u square plus a square എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ അത് ടാൻ ഇൻവേഴ്സ് ആണ്. എക്സ് ബൈ ഇത് സത്യത്തിൽ എന്താ എ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോം അല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് യു ബൈ എ. കാരണം ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ടാൻ ഇൻവേഴ്സ് അല്ല ഡി ബൈ ഇൻ്റഗ്രൽ ഓഫ് എ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ ആണ്. അപ്പോൾ ഇവിടെ ആ റിസൾട്ടാണ് യൂസ് ചെയ്യുന്നത്. എ ബൈ യു സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി യു എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് യു ബൈ എ ആണ്. റേഞ്ച് നമുക്ക് എസ് ടു ഇൻഫിനിറ്റി കൊടുക്കണം. And tan inverse of infinity minus tan inverse of s by a. ഇനി ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് പൈ ബൈ ടു ആണ്. കാരണം ടാൻ പൈ ബൈ ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇത് പൈ ബൈ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എ എന്ന് പറയാം. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി പൈ ബൈ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് കോട്ട് ഇൻവേഴ്സ് എക്സ്. സോ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടതും കൊണ്ട് പ്രശ്നമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എന്നും പറയാൻ പറ്റും. ഇനി ഒരു റിസൾട്ടാണ്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷേ ഈ ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ് എൽ ഇൻവേഴ്സ് ഓഫ് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി. നമ്മൾ എഫ് ഓഫ് യു ഡി യു നമ്മൾ ടിൽഡ വെച്ചിട്ട് എഴുതിയേ ഉള്ളതേ ഉള്ളൂ. എഫ് ഓഫ് യു ഡി യു എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ടി ബൈ ടി ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി നമ്മൾ ഇതിൻ്റെ ഇൻ്റഗ്രലായിട്ട് എഴുതിയില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പറയാവുന്ന വേറൊരു ഇതാണ് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യുവിനെ നമ്മൾ ജി ഓഫ് എസ് എന്ന് വിളിക്കുവാണെങ്കിൽ, കാരണം ഇതൊരു ഫംഗ്ഷൻ ഓഫ് എസ് ആയിരിക്കുമല്ലോ, ഇതിനെ നമ്മൾ ജി ഓഫ് എസ് എന്ന് വിളിക്കുവാണെങ്കിൽ എഫ് ഓഫ് യു കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ദെൻ എഫ് ഓഫ് യു ഈസ് ഈക്വൽ ടു ദെൻ എഫ് ഓഫ് യു എന്ന് പറയുന്നത് മൈനസ് ഡി ബൈ ഡി യു ഓഫ് ജി ഓഫ് യു ആണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഈ ഒരു റിസൾട്ട് കൃത്യമായിട്ട് പഠിക്കണം, നോട്ടിൽ എഴുതുകയും ചെയ്യണം. എൽ ഇൻവേഴ്സ് ഓഫ് എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ബൈ ടി ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു എന്ന് പറയുന്നത് ജി ഓഫ് എസ് ആണ്. ആണെങ്കിൽ എഫ് ഓഫ് യുവിനെ നമുക്ക് എഫ് ഓഫ് യു കണ്ടുപിടിക്കാൻ വേണ്ടി മൈനസ് ഡി ബൈ ഡി യു ഓഫ് ജി ഓഫ് യു എന്നുള്ള റിസൾട്ട് യൂസ് ചെയ്യാൻ പറ്റും. Next question, find the inverse transform of the function log to the base e 1 plus omega square by s square. ഇതിൻ്റെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് ലോഗ് 1 പ്ലസ് ഒമേഗ സ്ക്വയർ ബൈ എസ് സ്ക്വയർ. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? എൽ ഇൻവേഴ്സ് ഓഫ് ഇതാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ഫോമിലാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതിനെ നമ്മൾ ലോഗ് ഇ എന്ന് വിളിക്കുക. ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു എന്ന് പറയുന്നതിനെ ലോഗ് ഇ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ബൈ എസ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യുവിൻ്റെ ഇൻവേഴ്സ് ആണ് എങ്കിൽ അത് എഫ് ഓഫ് ടി ബൈ ടി ആണ്. അപ്പോൾ എഫ് ഓഫ് യു എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് പക്ഷേ ഈ എഫ് ഓഫ് ടി ബൈ ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യുവിനെ നമ്മൾ ലെറ്റ് അങ്ങ് എടുക്കുവാണ്. ലെറ്റ്
ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ഈസ് ഈക്വൽ ടു ലോഗ് 1 പ്ലസ് ഒമേഗ സ്ക്വയർ എസ് സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് യു കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ദെൻ എഫ് ഓഫ് യു ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി യു ഓഫ് ഇതിനെ ഇൻ ടേംസ് ഓഫ് യു പറഞ്ഞാൽ പോരെ, ലോഗ് ഇ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ബൈ യു സ്ക്വയർ എന്ന് പറയാം. ഇതിൻ്റെ ഡെറിവേറ്റീവാണ് മൈനസ് ഡി ബൈ ഡി യു ഓഫ് ലോഗ് 1 പ്ലസ് ഒമേഗ സ്ക്വയർ ബൈ യു സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ ലോഗ് എക്സിൻ്റേത് 1 ബൈ എക്സ്. അപ്പോൾ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ബൈ യു സ്ക്വയർ ഇൻറ്റു ഇത് എക്സ് അല്ലാത്തത് കൊണ്ട് ഈ ടേമിൻ്റെ ഡെറിവേറ്റീവും കൂടെ എഴുതണം. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ് എന്ന് പറയുമ്പം 0 പ്ലസ് ഒമേഗ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. 1 ബൈ യു സ്ക്വയറിൻ്റെത് -2 ബൈ യു ക്യൂബ് വരും. ഇത്രയാണ് വരുന്നത്. അത് ന്യൂമറേറ്ററിലാണ് ഇത് വരുന്നത്. അപ്പോൾ -2 ഒമേഗ സ്ക്വയർ ബൈ യു ക്യൂബ് എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് പുറത്തുണ്ട്. ആദ്യത്തെ ടേം 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ യു സ്ക്വയർ നമുക്ക് യു സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ യു സ്ക്വയറിന് എൽ സി എടുക്കാം. ഇൻറ്റു -2 ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ യു ക്യൂബ് എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ യു സ്ക്വയർ മുകളിലോട്ട് വരും. അപ്പോൾ മൈനസ് യു സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു -2 ഒമേഗ സ്ക്വയർ ബൈ യു ക്യൂബ് എന്ന് വരും. മൈനസും മൈനസും കൂടെ പ്ലസ്സായി യു സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പം 2 ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു യു എന്ന് വരും. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയത്. എഫ് ഓഫ് യു എന്ന് പറയുന്നത് 2 ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു യു എന്ന് വരും. നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് എ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ എ ബൈ യു പ്ലസ് ബി യു പ്ലസ് സി ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. യു ആണ് നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് 2 ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ യു സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ യുവിനെ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ 2 ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു യു സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ബി യു പ്ലസ് സി ഇൻറ്റു യു എന്ന് വരും. നമ്മൾ യു ഈക്വൽ ടു 0 കൊടുക്കുമ്പം 2 ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഒമേഗ സ്ക്വയർ ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു 2. ഇനി കോയിഫിഷ്യൻ്റ് ഓഫ് യു സ്ക്വയർ കൊടുത്താൽ ഇവിടെ 0 ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇംപ്ലൈസ് ബി ഈസ് ഈക്വൽ ടു -2. ഇനി കോയിഫിഷ്യൻ്റ് ഓഫ് യു എടുത്താൽ 0 ഈസ് ഈക്വൽ ടു ഇവിടെ കോയിഫിഷ്യൻ്റ് ഓഫ് യു ഇല്ല സി ഇംപ്ലൈസ് സി ഈസ് ഈക്വൽ ടു 0. therefore 2 ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ യു സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു യു ഈസ് ഈക്വൽ ടു 2 ബൈ യു മൈനസ് 2u പ്ലസ് 0 യു സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വരും. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടും 2u സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് 2u സ്ക്വയർ. അപ്പോൾ അത് 2 ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ ഇത് കിട്ടും. സോ നമുക്ക് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് യു കിട്ടി. അപ്പോൾ ഇതിന് നമുക്ക് എഫ് ഓഫ് യുവിനെ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ ചെയ്യാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് therefore എഫ് ഓഫ് യു ഈസ് ഈക്വൽ ടു 2 ബൈ യു മൈനസ് 2u ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ നമുക്ക് കിട്ടി. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തെ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യുവിനെ നമ്മൾ ഇതെന്നാണ് വിളിച്ചത്. നമുക്ക് വേണ്ടത് എന്താണ്, എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ആണ് വേണ്ടത് അല്ലേ. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ലോഗാണ് വേണ്ടത്. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ആണ് വേണ്ടത്. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് യു ഡി യു എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ബൈ ടി ആണ്. അപ്പം എഫ് ഓഫ് യു നമുക്ക് കിട്ടി അല്ലേ. എഫ് ഓഫ് യു നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എഫ് ഓഫ് ടി കണ്ടുപിടിക്കണം. എഫ് ഓഫ് യു ഉണ്ട്, അതിൽ നിന്ന് എഫ് ഓഫ് യു കിട്ടിയിട്ടുണ്ട്. എഫ് ഓഫ് യുവിൽ നിന്ന് നമ്മൾ എഫ് ഓഫ് ടിയും എഫ് ഓഫ് എസും തമ്മിലുള്ള റിലേഷൻ എന്താ, എഫ് ഓഫ് ടി എന്ന് പറയും ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ് എഫ് ഓഫ് എസ്. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ഇൻ ടേംസ് ഓഫ് എസ് പറയുമ്പം അത് 2 ബൈ എസ് മൈനസ് 2s ഡിവൈഡഡ് ബൈ
എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പം 2 പുറത്തെടുത്താൽ 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പം എൽ ഇൻവേഴ്സ് ഓഫ് 1/s എന്ന് പറയുന്നത് 1 മൈനസ് 2 ഇൻറ്റു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോൾ കോസ് ഒമേഗ ടി ആണ്. 2 മൈനസ് 2 കോസ് ഒമേഗ ടി. അപ്പം നമുക്ക് എഫ് ഓഫ് യു ആണ് നമ്മുടെ കയ്യിലുള്ളത്. എഫ് ഓഫ് യുവിൻ്റെ ഇൻവേഴ്സ് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യുവിൻ്റെ ലാപ്ലേസ് ഇൻഫോം എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ബൈ ടി. അപ്പോൾ എഫ് ഓഫ് ടി കിട്ടാൻ വേണ്ടി നമ്മൾ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. അപ്പോൾ ഈ പ്രോസസ്സ് ഒരു ഇച്ചിരി വലുതാണ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് ടി കിട്ടി. അപ്പോൾ എഫ് ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഓഫ് ടി ബൈ ടി ഈസ് ഈക്വൽ ടു 2 മൈനസ് 2 കോസ് ഒമേഗ ടി ബൈ ടി. ദർഫോർ L inverse of integral s to infinity f of u du is equal to f of t by t implies L inverse of integral s to infinity f of u du നെ നമ്മൾ log e എന്ന് വിളിച്ചേക്കുന്നത്. അപ്പോൾ L inverse of log e 1 plus omega square by s square is equal to 2 minus 2 cos omega t divided by t എന്ന് കിട്ടും. ഇതാണ് നമുക്ക് വേണ്ട ആൻസർ. അപ്പോൾ ഈ പ്രോബ്ലം ഒരു ഇച്ചിരി വലുതായതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ യൂസ് ചെയ്യുന്ന റിസൾട്ട് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ഇതാണ് ജി ഓഫ് എസ്. അതിന് നമ്മൾ ഒരു ഫംഗ്ഷൻ ഓഫ് എസ് എന്ന് വിളിക്കുവാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് യു കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു ചെയ്തിട്ട് അതിൻ്റെ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ടതാണെങ്കിൽ ആ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട എന്താണോ അതിനെ നമുക്ക്, കാരണം എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് എഫ് ഓഫ് ടി ബൈ ടി, അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട വലിയൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇൻവേഴ്സാണ്. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനെ അങ്ങോട്ട് എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് യു കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു ചെയ്താൽ മതി. എന്നിട്ട് -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എഫ് ഓഫ് യു കിട്ടി. എഫ് ഓഫ് യു കിട്ടിയിട്ട് നമ്മൾ അതിനെ സിമ്പിൾ ടേംസിൽ കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എഫ് ഓഫ് യു എന്ന് പറയുന്നത് ഇത് കിട്ടി. അപ്പോൾ എഫ് ഓഫ് യു കിട്ടിക്കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് എഫ് ഓഫ് യു. എഫ് ഓഫ് യു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ എഫ് ഓഫ് ടി കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ കാണാം. അതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ എഫ് ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഓഫ് ടി ബൈ ടി ചെയ്യുന്നു ആണ് ചെയ്യുന്ന പ്രോസസ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find L inverse of log 1 minus a square by s square. അപ്പോൾ നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതിന് നമ്മൾ ഇൻ്റഗ്രൽ എസ് ടു നമ്മൾ മുമ്പേ ചെയ്തതുപോലെ ഈ എൽ ഇൻവേഴ്സ് വന്നതിന് നമ്മൾ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു എന്ന് വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലെറ്റ് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ഈസ് ഈക്വൽ ടു log 1 minus a square by s square. Then f of u is equal to minus d by du of ഇതിൻ്റെ with respect to u ഫോർമുല log 1 minus a square by u square which is equal to മൈനസ് ലോഗിൻ്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സിൻ്റെത് 1/x ആണ്. അപ്പോൾ 1 മൈനസ് എ സ്ക്വയർ ബൈ യു സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ് വരും. ഡെറിവേറ്റീവ് ഓഫ് ദിസ് എന്ന് പറയുമ്പം മൈനസ് എ സ്ക്വയർ 0 മൈനസ് എ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. 1/u സ്ക്വയറിൻ്റെ -2/u ക്യൂബ് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ്, ഇവിടെ എൽ സി എടുക്കുമ്പോൾ 1 മൈനസ് യു സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ ഇൻറ്റു 2a സ്ക്വയർ ബൈ യു ക്യൂബ് വരും. അപ്പോൾ ഇത് മൈനസ് യു സ്ക്വയർ ബൈ യു സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു 2a സ്ക്വയർ ബൈ യു ക്യൂബ് വരും. ഒരു യു ക്യാൻസൽ ചെയ്ത് കഴിയുമ്പം ദിസ് ഈസ് ഈക്വൽ ടു -2a സ്ക്വയർ u ഇൻറ്റു യു സ്ക്വയർ മൈനസ് എ സ്ക്വയർ വരും. ഇനി നമുക്ക് ഇതിനെ നമുക്ക് ഒരു a ബൈ യു
ബി ബൈ യു സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബി എസ് പ്ലസ് ബി യു പ്ലസ് സി ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ -2a സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു യു സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് ബി യു പ്ലസ് സി ഇൻറ്റു യു എന്ന് വരും. യു ഈക്വൽ ടു 0 കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ -a സ്ക്വയർ എ ഇത് 0 ആയിപ്പോൾ -2a സ്ക്വയർ ഇസ് ഈക്വൽ ടു -a സ്ക്വയർ എ ഇംപ്ലൈസ് എ ഇസ് ഈക്വൽ ടു 2. യു ഈക്വൽ ടു എ കൊടുക്കുവാണെങ്കിൽ -2a സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് 0 ആയി പോകും. യു ഈക്വൽ ടു എ കൊടുക്കുമ്പോൾ യു ഇവിടെ ബി എ സ്ക്വയർ പ്ലസ് സി എന്ന് വരും. അത് കൊടുത്തിട്ട് കാര്യമില്ല, നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. യു ഈക്വൽ ടു എ കൊടുക്കണ്ട. കോഎഫിഷ്യൻ്റ് ഓഫ് യു സ്ക്വയർ എടുക്കുവാണെങ്കിൽ 0 ഈസ് ഈക്വൽ ടു യു സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കുമ്പം എ പ്ലസ് ബി ഇംപ്ലൈസ് ബി ഈസ് ഈക്വൽ ടു -2. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് യു എടുക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് യു എടുക്കുമ്പോൾ ഇവിടെ 0, ഇവിടെ സി ഇതില്ല, ഇവിടെ സി ഉണ്ട്. ഇംപ്ലൈസ് സി ഈസ് ഈക്വൽ ടു 0. അപ്പം നമുക്ക് എ 2 ബി -2 സി 0 എന്ന് കിട്ടും. Therefore f of u is equal to a by u 2 by u minus 2u by u square minus a square. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് എന്ന് പറയാം, which is equal to L inverse of 2 by s minus 2 s in the terms പറയണം s by s square minus a square. അപ്പോൾ 2 into L inverse of 1 by s minus 2 into L inverse of s divided by s square minus a square, which is equal to 2 into 1 minus 2 into s divided by s square minus a square എന്ന് പറയുമ്പോൾ cos h ആണ്. ഇത് cos h/at. 2 കോമൺ ആയിട്ട് എടുത്താൽ 1 മൈനസ് cos h/at എന്ന് വരും. Therefore L inverse of integral s to infinity f of u du is equal to f of t by t implies L inverse of നമ്മൾ f of u du ആയിട്ട് എടുത്തേക്കുന്നത് എന്താണ്? s to infinity f of u du എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് L inverse of log 1 minus a square by s square is equal to 2 into 1 minus cos h/at divided by t എന്ന് വരും. ഇതാണ് നമുക്ക് വേണ്ട ആൻസർ.